വിചാരിച്ചു. ഇന്ന് പോകുന്നത് കൊർഫക്കാനിലെ വാടി ഷീസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ്. നോക്കിക്കേ, പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല പടുകൂറ്റ മലനിരകളാണ്. പിന്നെ നിറയെ കോറികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി വ്യൂ ആകണ്ട. നല്ല വിജനമായ റോഡ്, വലിയ തിരക്കൊന്നുമില്ല. ഇപ്പൊ നോക്കിക്കേ, ഈ സ്ഥലത്ത് അങ്ങനെ ആൾതാമസമൊന്നുമില്ല കണ്ടോ. ഒരൊറ്റ വീട് പോലും ഇല്ല. നിറയെ കോറിയും കുറെ മലനിരകളും മാത്രമാണ്. കുറെ ലോറികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിറയെ അടിപൊളി ഷോപ്പുകളുണ്ട് കണ്ട. ആ മലയുടെ താഴെയായിട്ട് നിറയെ ഷോപ്പുകളുണ്ട്. കൊള്ളാം. ഇപ്പൊ ഞാനിവിടെ ഒരു വലിയ ടണലുണ്ട് ഇവിടെ. അതിന്റെ ഉള്ളിൽ കൂടെ പോകുക കണ്ടോ. കഴിയാറയ്യാ. നല്ല അടിപൊളി വ്യൂ. അങ്ങനെ ഗൈസ്, പാർക്ക് എത്തി കേട്ടോ. വെൽക്കം ടു ഷീസ് പാർക്ക്. നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ. നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്നതാണ് ഷീസ് പാർക്ക്. നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ. ചെറിയൊരു സ്പോട്ടാണ് കണ്ടോ. കുറച്ച് ഏരിയ ഉള്ളൂ. പിന്നെ മുകളിലോട്ട് പോകണം കണ്ടോ. മുകളിലോട്ടൊന്നും കയറാനായിട്ട് വേണം. കാരണം ഭയങ്കര ചൂടുണ്ട്. നല്ല വെയിലുണ്ട്. ഇവിടെ നിറയെ മുരിങ്ങിക്കായ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇല തമ്മിൽ വ്യത്യാസമുണ്ട്. കാട്ടുമുരിങ്ങയാണ്. അത് കാണിച്ചു തരാം. ഒരുപാട് വലിയ ഏരിയ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഏരിയയാണ്. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സമയത്തൊക്കെ വരുമ്പോൾ ഇപ്പൊ തന്നെ മണി 6 ആകുന്നു. പക്ഷെ എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വെയിലും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ വെയിൽ താന്നിട്ട് വന്നൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ കാണുന്നത് കണ്ടോ. നമ്മുടെ മുരിങ്ങയ്ക്ക പോലെ തന്നെ. മുരിങ്ങയ്ക്ക പോലെയല്ല, മുരിങ്ങയ്ക്ക തന്നെയാണ്. പക്ഷേ ഇലയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ കാറ്റാടിയുടെ ഇല പോലെയാണ്. പക്ഷേ സെയിം മുരിങ്ങയ്ക്ക തന്നെ. ഇനി ഇത് കാട്ടുമുരിങ്ങയാണോ എന്നറിയത്തില്ല. നോക്കിക്ക് നിറയെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടോ. നല്ല അടിപൊളി രസമാണ്. നല്ല ഈ ലൈനൊക്കെ നല്ല വ്യക്തമായിട്ടാണ്. മറ്റേതിങ്ങനെ പച്ചയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് കൊള്ളാം. ഇത് നമ്മുടെ തൊലിയൊന്ന് ചെത്തി കളയുമ്പോഴുള്ള മുരിങ്ങയ്ക്കയില്ല, അതുപോലെ തന്നെയാണ്. ഈ സൈഡിൽ അങ്ങോട്ട് കുറച്ച് തടാകം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക. കാരണം കുറേ ദൂരമുണ്ട് അങ്ങനെ എത്തണമെങ്കിൽ. അത് കാരണം പോവുകയാണ്. ഇന്നത്തെ ആളുകൾ വീണ്ടും കുറേ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കായിരിക്കും. ഇതിന് പോകാനുള്ള പരിപാടി നോക്കുക. അങ്ങനെ കൊർഫക്കാനിൽ നിന്നും ഒരു 1/4 മണിക്കൂർ അവിടെ നിന്നുള്ളൂ. കാരണം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നെങ്കിൽ പോകുന്നു. തന്നെയല്ല, റൂമിലോട്ട് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.